കൃത്യമായിട്ട് മുഹൂർത്തം നോക്കിയിട്ടാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പകുതി എഫർട്ട് മതി. ആദിത്യനാണ് മോശമായിട്ട് അല്ലെങ്കിൽ ദോഷസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ കപില ഗോവിനെ പശുവിനെ ദാനം ചെയ്യാന്ന് പറയും. പശുവിനെന്ന് വെച്ചാൽ നമുക്ക് സിംബോളിക്കായിട്ടാണ് ചെയ്യുക, പ്രതീകാത്മകമായിട്ട് ചെയ്യുള്ളൂ. ഇനി അല്ലാതെ പഞ്ചാംഗത്തിൽ നോക്കി വരുമ്പോൾ തന്നെ ഈ കാലത്തിൻ്റെ സ്ഥിതി കൊണ്ട് ചിലപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള മുഹൂർത്തം കിട്ടിക്കൊള്ളുന്നില്ല. മുഹൂർത്തം, അപ്പോൾ ഈ മുഹൂർത്തം നോക്കിക്കഴിഞ്ഞാൽ കാര്യസിദ്ധി വരുമോ? അതായത് പല നല്ല കാര്യങ്ങൾക്കും ഈ മുഹൂർത്തം നോക്കി ഉപയോഗിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരുടെയും സമയത്തിൻ്റെ കുറവ് കൊണ്ട് പലരും മുഹൂർത്തം കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യസിദ്ധി കിട്ടാൻ വേണ്ടി മുഹൂർത്തം ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്ന് വിശദീകരിക്കുക. സാധാരണ കൃത്യമായ മുഹൂർത്തത്തിൽ അല്ല എങ്കിൽ വിപരീത ഫലമാണ് വരാറ് സാധാരണ. അപ്പോൾ ഈ മുഹൂർത്തത്തിന് പറയുന്നത് തന്നെ എങ്ങനെയാണ്, കാലശുഭക്രിയായോഗ്യോ മുഹൂർത്ത ഇതി കഥ്യത എന്നാണ്. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും ശുഭകരമായ സമയം ആ കാലം, അതാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾക്ക് ഈ മുഹൂർത്തത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വണ്ടി എടുക്കണമെങ്കിൽ തന്നെ എത്രയോ ആൾക്കാർ വിളിച്ചു വയ്ക്കുന്നത് വാഹനം എടുക്കുന്നതിന്, അവർ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ, പിന്നെ നമ്മൾ ഗൗരവമായിട്ടുള്ള ഇപ്പോൾ വീട് കയറി ഗൃഹപ്രവേശം ചെയ്യുമ്പോൾ, വിവാഹത്തിന്, ഷോറൂണിന്, ഇങ്ങനെയൊന്നും വേണ്ട എല്ലാ കാര്യങ്ങൾക്കും അത് വേണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ വേണ്ട രീതിയിലാവാൻ ലേശം ബുദ്ധിമുട്ട് വരുന്നു അടുത്ത കാലത്തായിട്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണത്. കുറച്ച് സ്പീഡ് കൂടിയതുകൊണ്ട് പലപ്പോഴും വരുന്ന ആൾ തന്നെയാണ് മുഹൂർത്തം പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച കൊണ്ട് അടുത്ത ആഴ്ചയും വേണ്ട, അപ്പം പിന്നെ ഉള്ള വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിൽ മതി. അത് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 10-10 കൂടി മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ജോത്സ്യന് പറഞ്ഞു കൊടുക്കുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുഹൂർത്തം നോക്കിയിട്ടാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പകുതി എഫർട്ട് മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട് പണി തുടങ്ങും. ഈ വീട് പണി തുടങ്ങുന്നതിന് കല്ലിടുന്നതിനൊരു മുഹൂർത്തം വേണം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ നമ്മുടെ തിരക്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇടാതെ കൃത്യമായിട്ട് മുഹൂർത്തം നോക്കിയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ പണി കഴിയും. ശരി, അതൊരു അറിയാലോ വലിയൊരു ബാധ്യതയുള്ള വിഷയമാണ് വീട് പണി എന്നുള്ളത്. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇതെങ്ങനെ കഴിഞ്ഞു എന്ന് പോലും നമുക്കറിയില്ല. ആ മാതിരി എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ ക്ഷമ കാണിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ മുഹൂർത്തവും നാഴികാദ്വയം എന്ന് പറയും. ഒരു 2 നാഴികയെങ്കിലും ഉള്ള മുഹൂർത്തങ്ങളെയാണ് നമ്മൾ നല്ല മുഹൂർത്തങ്ങളായിട്ട് എടുക്കുക. ഒരു 48 മിനിറ്റ് എങ്കിലും ഉള്ള നല്ല മുഹൂർത്തങ്ങൾ എടുത്തിട്ട് ആ സമയത്ത് ആണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം വളരെ ശുഭകരമായിരിക്കും. നമ്മൾ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ കാര്യസിദ്ധി കിട്ടുകയും ചെയ്യും. അത് വളരെ ശരിയാണ്. ഇപ്പം പറയാറുണ്ട് സാധാരണ, സുഖദുഃഖകരം കർമ്മ ശുഭാശുഭ മുഹൂർത്തജം തസ്യ, അതിൻ്റെ ഫലം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ തസ്യ അന്വേപിവ, ബാക്കിയുള്ള ആൾക്കാർക്ക് പോലും, അത് ആ ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല അനുബന്ധമായിട്ട് നിൽക്കുന്നവർക്ക് പോലും അതിൻ്റെ ഗുണം കിട്ടും. ഗുണമാണെങ്കിൽ ദോഷമാണെങ്കിലും രണ്ടും വരും. ശുഭകർമ്മങ്ങൾ ശുഭസമയത്താണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഫലവും, അതേപോലെ തന്നെ വിപരീത ഫലവും ചെയ്യും. അപ്പോൾ വേറൊരു വിഷയമുള്ളത്, ഈ കലികാലമാണ് നമുക്കറിയാം. അത്രയും നല്ല മുഹൂർത്തങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് പഞ്ചാംഗം ഇറങ്ങുമ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം വളരെ ചുരുക്കം മുഹൂർത്തങ്ങൾ ഉണ്ടാവും. പക്ഷെ ആവശ്യങ്ങൾ വളരെ കൂടുതലുമായിരിക്കും. ഇപ്പോൾ ഗൃഹപ്രവേശത്തിൻ്റെ മുഹൂർത്തം നോക്കിയാൽ ഒരു 4-5 ഉണ്ടാവുള്ളൂ. പക്ഷേ കേരളത്തിൽ നിന്ന് നടക്കുന്ന മുഹൂർത്ത അല്ലെങ്കിൽ ഗൃഹപ്രവേശത്തിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആയിരിക്കും വിശ്വാസികളുടെ തന്നെ. അപ്പോൾ അത് ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിത്യദോഷങ്ങളുണ്ട്, അതേപോലെ കർത്തൃദോഷങ്ങൾ, ആ വ്യക്തിയെ സംബന്ധിച്ച് നോക്കേണ്ട ദോഷങ്ങളുണ്ട്. ഇതെല്ലാം കൂടി നോക്കി വരുമ്പോൾ അതിന് പരിമിതി ഉണ്ടാവും. അത് നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അത് ഒട്ടും മോശമല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴും ഇനി അല്ലാതെ പഞ്ചാംഗത്തിൽ നോക്കി വരുമ്പോൾ തന്നെ ഈ കാലത്തിൻ്റെ സ്ഥിതി കൊണ്ട് ചിലപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള മുഹൂർത്തം കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് ജ്യോതിഷത്തിൽ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മുഹൂർത്ത രാശിയുടെ 2, അതേപോലെ കേന്ദ്രം, അതേപോലെ ത്രികോണ രാശികളിലൊക്കെ പാവന്മാർ നിന്ന് കഴിഞ്ഞാൽ അതിന് പരിഹാരം പറയുന്നുണ്ട്. അതേപോലെ ശുഭഗ്രഹങ്ങളാണെങ്കിൽ 3-6 നിൽക്കുന്നത് മോശമായിട്ട് പറയും. എല്ലാ ഗ്രഹങ്ങളെയും 12-8 വർജിക്കും. ഇനി അഥവാ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിഹാരം ചെയ്യുക സാധാരണ. അതിന് തന്നെ ജ്യോതിഷത്തിൽ വിധികളുണ്ട്. ആദിത്യനാണ് മോശമായിട്ട് അല്ലെങ്കിൽ
ദോഷസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ കപില ഗോവിനെ പശുവിനെ ദാനം ചെയ്യാന്ന് പറയും. പശുവിനെന്ന് വെച്ചാൽ നമുക്ക് സിംബോളിക്കായിട്ടാണ് ചെയ്യുക, പ്രതീകാത്മകമായിട്ട് ചെയ്യുള്ളൂ, എന്നാലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചന്ദ്രനാണെങ്കിൽ ശംഖാണ് പറയുന്നത്. അതേപോലെ ചൊവ്വയാണെങ്കിൽ ചുവന്ന കാള, ബുധനാണെങ്കിൽ സ്വർണം, വ്യാഴത്തിന് മഞ്ഞപ്പട്ട്, അതേപോലെ ശുക്രനാണെങ്കിൽ വെളുത്ത കുതിര സങ്കല്പിച്ച് ചെയ്യാണ് ചെയ്യുക. ശനിക്ക് കറുത്ത പശു, അതേപോലെ രാഹുവിന് കാരിരുമ്പ്, കേതുവിന് മുട്ടാട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ദോഷം ഏറ്റവും കുറഞ്ഞ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ദോഷം ഏറ്റവും കുറഞ്ഞ മുഹൂർത്തം സ്വീകരിച്ച് ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യസിദ്ധി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പറയാറുണ്ട് സാധാരണ ഇപ്പോൾ വിവാഹ വിഷയങ്ങളിലൊക്കെ, വിവാഹ വിഷയത്തിലൊക്കെ സാധാരണ മുഹൂർത്തം മാറിപ്പോവാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഈ മന്ത്രകോടിയൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് പിന്നെ ഒരുങ്ങി വരുന്നൊരു ഘട്ടമുണ്ട്. പലപ്പോഴും അത് വരുന്ന സമയത്തേക്കും മുഹൂർത്തത്തിൽ മാറ്റം വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മുഹൂർത്തം ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ സൗകര്യങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് പ്രാധാന്യം കുറഞ്ഞു പോകും. അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫലപ്രാപ്തിയെ ബാധിക്കും. അവിടെയാണ് അതിൻ്റെ മുമ്പ് ചോദിച്ച കാര്യസിദ്ധി എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മളെന്നാ ചെയ്തു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും, കാര്യസിദ്ധി കിട്ടിയില്ല, ഉണ്ടാവുന്ന ഒരു തോന്നൽ വരും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാരണം. കൃത്യമായിട്ടത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് കാര്യം നടക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു പ്രായശ്ചിത്ത കർമ്മങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ അവർ സാധാരണ നിലയ്ക്ക് നവഗ്രഹ ക്ഷേത്രങ്ങൾ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കാറാണ് പതിവ് സാധാരണ. അപ്പം അതിനൊരു പ്രായശ്ചിത്തം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ചെയ്യിച്ചിട്ടാണ് സാധാരണ നിലയ്ക്ക് ഈ മുഹൂർത്തം കൊടുക്കാറ്. അപ്പോൾ നല്ല മുഹൂർത്തമാണെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കുട്ടി, ഇപ്പം നമുക്ക് പറയില്ല, നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നത് നല്ല ജാതകമാണ്, നല്ല സമയത്താണ് ജനിച്ചതെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കർമ്മം ജനിക്കുന്നത് നല്ലൊരു മുഹൂർത്തത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ കർമ്മം അതിൻ്റെ വളർച്ച നന്നാവും. അപ്പോൾ മുഹൂർത്തത്തിനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ കുട്ടി ജനിക്കുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്ക് ഇപ്പം എനിക്കൊരു വീട് കയറി താമസിക്കണം. അപ്പം നമ്മൾ എത്രയോ പണച്ചെലവ് നടത്തിയിട്ടാണ് വീട് വെക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് ചെയ്ത് വീട് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് മോശമായിട്ടൊരു മുഹൂർത്തത്തിനാണ് കയറുന്നതെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല. അതാണ് പലപ്പോഴും വിപരീത ഫലമായിട്ട് പലരും സമീപിക്കാറുണ്ട്. ഒരു വീട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവായിട്ടുള്ള ചില ഫലങ്ങൾ വരുന്നു. അതിപ്പോൾ നമ്മൾ നോക്കി വരുമ്പോഴാണ് പലപ്പോഴും എന്നാണ് കയറിയത്, എന്തായിരുന്നു, ഏത് ദിവസമായിരുന്നു എന്നൊക്കെ ചോദിച്ചങ്ങനെ ജ്യോതിഷികളാകുമ്പോൾ ഒരു ചെറിയ ഇൻഡ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു വരുമ്പോൾ അത് മറ്റേ ഇങ്ങനെ മകൻ മരണം, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, ഇതൊക്കെ പല പല പ്രായോഗിക ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടില്ല എന്നല്ല. എന്നാലും ആ ബുദ്ധിമുട്ടുകൾ നമ്മളൊന്ന് സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം പരിഹാരമായിക്കോളും. പിന്നെ നമ്മൾ ഇരട്ടി വല്ല ബുദ്ധിമുട്ടാണ് നിൽക്കണം. അപ്പോൾ ഈ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ നല്ല വീട് വെച്ചു, മോശ സമയത്ത് കയറിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മളൊരു പരിഹാരത്തിന് അന്വേഷിച്ച് നടക്കുന്നത് നല്ലത്. ആ വീട് കയറി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അവിടെ പിന്നെ ജീവിക്കാനുള്ളൊരു സാഹചര്യം തന്നെ വരികയാണ്. അതാണല്ലോ വേണ്ടത്. മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം അതാണ് അർത്ഥം. ഓക്കെ, ശരി തിരുമേനി, വളരെ സന്തോഷം ഇങ്ങനൊരു വിവരണം. അതായത് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ കല്യാണത്തിൻ്റെ മുഹൂർത്തം വളരെ കോമൺ ആണ്. ഒരു എന്താ പറയുക, ഓഫീസിൻ്റെ ഇനാഗുറേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചോറൂണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അവരവരായിട്ട് സമയം കണ്ടെത്തി ജ്യോതിഷന്മാരുടെ അടുത്ത് പറയുകയാണ്, നാളെ എനിക്ക് ഈ സമയത്ത് ഫ്രീ ആണ്, ഈ 2 മണിക്കൂർ മുഹൂർത്തം നോക്കി തരാൻ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ തിരുമേനി പറഞ്ഞാൽ വളരെ ക്ലിയർ ആയി, അതിന് ഫലസ്ഥിതി വളരെ കുറവായിരിക്കും. അതാണ് സന്തോഷം, തീരുമാനിക്കേണ്ട അർത്ഥം. അതെ മനസ്സിലായി. സന്തോഷം തിരുമേനി, നന്ദി.